ഹായ്, നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരിക്കുമല്ലേ? അപ്പം ഞങ്ങളും വലിയ കുഴപ്പമില്ലാതിരിക്കുന്നു. അപ്പം അമ്മച്ചിക്ക് വലിയ കുഴപ്പമില്ലാതിരിക്കുമ്പം വേണം നിങ്ങളോട് ഇത് പറഞ്ഞു തരാൻ ഓർത്താണ് ഞാൻ ഇരുന്നത്. അപ്പം 2 ദിവസമായിട്ട് ഞാൻ അമ്മച്ചീനെ ഏൽപ്പിച്ചിരുത്തുകയും അപ്പം നിങ്ങൾ 2 ദിവസമായിട്ട് അമ്മച്ചീനെ കാണുകയും ചെയ്യുന്നുണ്ട്. എല്ലാവരുടെയും ആഗ്രഹമായിരുന്നു അമ്മച്ചീനെ ഒന്നുകൂടി ഒന്ന് വീഡിയോയിലൊന്ന് കാണിക്കുക കേട്ടോ, ഞങ്ങൾക്കൊന്ന് കാണാനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇന്നിപ്പം നിങ്ങളെല്ലാവരും നല്ല ആയിരക്കണക്കിന് ആൾക്കാർ ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് ഇത്. അപ്പം ഇതിനു മുമ്പ് ഞാനൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. മുടി കൊഴിച്ചിലിനും അകാലനര മാറാനും മുടി വളരാനും ഒക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാച്ചെണ്ണയിൽ ഉള്ളിയുടെ തൊലിയും വെളുത്തുള്ളി തൊലിയും കൂടെ ചൂടാക്കി പൊടിച്ച് ചേർത്ത് മിക്സ് ചെയ്ത് തേക്കുന്ന കാര്യമായിരുന്നു പറഞ്ഞു തന്നെ. പക്ഷെ അന്നും എല്ലാവരും ചോദിച്ചിരുന്നു, അമ്മച്ചി ഈ കാച്ചെണ്ണ എങ്ങനെയാണ് കാച്ചുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മച്ചി ഇരിക്കുമ്പം തന്നെ ആ എണ്ണ കാച്ചുന്ന വിധം നിങ്ങളോടൊന്ന് പറഞ്ഞുതരാം. അത് ഇന്നലെ തൊട്ട് ഞാൻ ഇതിങ്ങനെ ട്രൈ ചെയ്തതിന് ശേഷമാണ് നിങ്ങളോട് ഞാൻ പറയാനിരിക്കുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ അതിനൊരു തെറ്റ് വരാൻ പാടില്ല. തെറ്റ് വന്ന് ഏതെങ്കിലും ഒരു കൂട്ടം കുറയുകയോ കൂടുകയോ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ എണ്ണ കാച്ചിയാൽ മൂത്തും പോകും, പിന്നെ നമ്മുടെ തലയ്ക്കും കൊള്ളത്തില്ല എണ്ണ വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പം ഞാനത് അമ്മച്ചീനെയും കൂടെ ഇരുത്തിക്കൊണ്ട് പറയാമെന്ന് അതാണ് വിചാരിച്ചത്. അപ്പം ഈ എണ്ണ കാച്ചുന്നതിന് ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട. നമ്മുടെ വീട്ടിലുള്ള അത്യാവശ്യ സാധനങ്ങളൊക്കെ മാത്രം മതി. 1 2 കൂട്ടം മാത്രം അങ്ങാടിപ്പെട്ടിയിൽ നിന്ന് മേടിച്ചാൽ മതി. ഇല്ലേ അമ്മച്ചി? എല്ലാം തന്നെ വീട്ടിലുള്ളതല്ലേ? അപ്പോൾ ആദ്യമേ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, കരിഞ്ചീരകമൊക്കെ നേരത്തെയൊക്കെ ഞങ്ങളുടെയൊക്കെ വീട്ടിലുണ്ടായിരുന്നു. ഇഷ്ടം പോലെ കാട് പോലെ വളർന്നു പിടിച്ചുകൊണ്ടിരുന്ന ഒരു സാധനം. അത് ആ സമയം ഉണക്കാനായിട്ട് വെട്ടി വെയിലത്തിട്ടിട്ട് ഞങ്ങൾ എടുത്തു വെക്കുമായിരുന്നു. അപ്പോൾ ഇപ്പോഴങ്ങനതൊന്നും കാണാൻ സാധ്യതയില്ല കേട്ടോ. കരിഞ്ചീരകം ഒരു 100 ഗ്രാം മേടിച്ചോളുക. അതുപോലെ തന്നെ നീല അമരി പച്ച കിട്ടാനുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അതല്ലെങ്കിൽ അങ്ങാടിപ്പെട്ടിയിൽ നിന്ന് കിട്ടുന്ന രീതിക്ക് നിങ്ങൾ നീലയാമരി മേടിച്ചോളുക. ഒരു 100 ഗ്രാം ചുവന്നുള്ളി മേടിക്കുക. ചുവന്നുള്ളി അതിൻ്റെ പുറത്തെ തൊണ്ട് നിങ്ങൾ കളയണ്ട, തൊണ്ടോട് കൂടി തന്നെ വേണം ഒന്ന് നന്നായിട്ട് ചതച്ചെടുത്ത് വെക്കണം കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ ഒരു കണ്ണൻ ചിരട്ട എടുക്കരുത്. ഒരു ചുവടുമുറി ചിരട്ട തല്ലി പൊട്ടിച്ചിട്ട് അതിൻ്റെ ഒരു കഷ്ണം, ആ കഷ്ണങ്ങൾ മൊത്തം ചെറിയ ചെറിയ പീസായിട്ട് തല്ലി പൊട്ടിച്ചിട്ട് എടുക്കുക. പിന്നെ വേണ്ടത് കയ്യുന്യം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, കയ്യുന്യം കിട്ടുന്ന അത്രയും എടുത്തോ എന്നും പറഞ്ഞുകൊണ്ട് ഒരുപാട് എടുക്കണ്ട. ഇങ്ങനെ 2 3 പിടി മതി അരമേ. 1/2 കിലോ എണ്ണയുടെ കൂട്ടാണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞു തരുന്നത്. ഒരു 3 പിടി കയ്യുന്യം മതി. പിന്നെ വേണ്ടത് നമ്മുടെ ചുമന്ന ചെമ്പരത്തി ഇല്ലേ, അതായത് 5 ദളം ചെമ്പരത്തി നമ്മൾ കർമ്മത്തിനും അതായത് നമ്മൾ അമ്പലത്തിൽ മാല കെട്ടാനും ഒക്കെ കൊടുക്കുന്നത്. അതിൻ്റെ ഇതുപോലെ വരുന്ന മുട്ടയെ എടുക്കാവുള്ളൂ. മുട്ട അല്ലേ? വിരിഞ്ഞു പോകുന്ന പൂ എടുക്കരുതെന്നാണ് ഇപ്പം അമ്മച്ചി പറഞ്ഞത്. ഇതുപോലത്തെ മുട്ട എടുക്കുക. എന്ന് വെച്ചിട്ട് ഇത് ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് ഇതുകൊണ്ട് ഈ തണ്ടെല്ലാം കൂടി ഇതെങ്ങനെ ഇങ്ങോട്ട് കളയാം. ഞാൻ കാണിച്ചു തരാം ഇപ്പോഴേ. ഇതേപടി ഇങ്ങനെ കളഞ്ഞിട്ട് ഇങ്ങനെ എടുക്കുക. ഇങ്ങനെയല്ലേ? ഇങ്ങനെ എടുക്കുക. ഇതും നിങ്ങൾ ആവശ്യത്തിന് എടുത്തോ. എണ്ണ ഒന്നും നോക്കണ്ട കേട്ടോ. കുറഞ്ഞത് ഒരു ഇത്രയും സാധനത്തിന് ഒരു 10 17 മുട്ടെങ്കിലും ഇങ്ങനത്തെ വേണം. ഇത്രയും സാധനം എടുക്കുക. പിന്നെ ഒരു കറിവേപ്പില ഉണ്ടല്ലോ, ഒരു 3 പിടി ഇങ്ങനെ പിടിക്ക് വരുന്ന 3 പിടി കറിവേപ്പില വേണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മുരിങ്ങയില നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അതിൻ്റെ തളിരെടുക്കരുത്. ഏറ്റവും മൂത്ത മുരിങ്ങയില എടുക്കണം അല്ലേ? ഏറ്റവും ചോട്ടിലത്തെ തണ്ട് മുരിങ്ങയില ഇങ്ങനെ 3 പിടി മുരിങ്ങയില എടുക്കുക. പിന്നെ തലയുടെ ചൊറിച്ചിലും താരനും ഒക്കെ പോകുന്ന സാധനമാണ് ചെമ്പരത്തിയുടെ മുട്ട ആണെങ്കിലും അതെ. അതുപോലെ തന്നെ നീലയമരി, കരിഞ്ചീരകം, ഇതൊക്കെ തലയുടെ താരം പോകാനും ചൊറിച്ചിൽ പോകാനും ഇതെല്ലാം പോയിട്ടുണ്ടല്ലോ മുടി നല്ല കരുത്തിനു വളരും. താരനൊക്കെ അപ്പാടെ പോകും. മുടിക്ക് നല്ല തിക്കും ഉണ്ടാകും, നല്ല കളറുണ്ടാകും, അകാല നിറം മാറും. പിന്നെ ഇതിൻ്റെ അകത്ത് മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ചിരട്ട പൊട്ടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഡൈ അടിക്കുന്നവർ ഇനി ഡൈ അടിക്കണ്ട. ഇത് നമ്മൾ ആഴ്ചയിൽ ഈ എണ്ണ ഒരു 3 ദിവസമെങ്കിലും ഇങ്ങനെ തേച്ച് ഇങ്ങനെ മസാജ് ചെയ്യണം. ഇത് ഇങ്ങനെ തലയിൽ ഇങ്ങനെ മസാജ് ചെയ്ത് പിടിപ്പിച്ചിട്ട് ഒരു 15-20 മിനിറ്റിന് ശേഷം നിങ്ങൾ കുളിച്ചാൽ മാത്രം മതി കേട്ടോ. പിന്നെ ഇപ്പം എത്ര കൂട്ടം ഞാൻ പറഞ്ഞു തന്നു, എല്ലാം നിങ്ങൾക്ക് പറഞ്ഞല്ലോ. ഓർഡർ അനുസരിച്ച് ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം. നീലയമരി, കരിഞ്ചീരകം, ചുമന്നുള്ളി, ചെമ്പരത്തി മുട്ട, 3 പിടി കറിവേപ്പില, മുരിങ്ങയില, പിന്നെ തുളസി ഇല ഞാൻ പറഞ്ഞു. പിന്നെ എന്താ വേണ്ടത്? എണ്ണ നിങ്ങൾ ഏത് ഓയിലാണോ ഉപയോഗിക്കുന്നത് ആ ഓയിൽ നിങ്ങൾ ഉപയോഗിച്ചോണം. ഏത് ഓയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നവരുണ്ടാകും. പിന്നെ വെളിച്ചെണ്ണ വെച്ചാൽ നിങ്ങൾക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞ് നല്ലെണ്ണ ഉപയോഗിക്കുന്നവരുണ്ട്. ഈ നല്ലെണ്ണയും കാച്ചി തേക്കാൻ പറ്റുന്നതാണ്. അമ്മയൊക്കെ കാലാകാലങ്ങൾ നല്ലെണ്ണയാകട്ടോ കാച്ചാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, അമ്മയൊക്കെ തേച്ചുകൊണ്ടിരുന്നത്. ഇപ്പം കുറച്ച് കാലമായിട്ട് നല്ലെണ്ണയല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും പറ്റിയത്. പോണക്ക് വെളിച്ചെണ്ണ തന്നെയാണ്. ഇപ്പം അമ്മച്ചിയും വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്.
ഇപ്പം നിങ്ങൾക്കറിയാലോ അമ്മ ഇപ്പം സുഖമില്ലാതിരിക്കുകയാണ്. എന്നാൽ പോലും ഞാൻ ആഴ്ചയിൽ അമ്മേനെ കുളിപ്പിക്കുമ്പോൾ 2-3 ദിവസം കൂടുമ്പോൾ കുളിപ്പിക്കുമ്പോൾ ഒരു ലേശം വെച്ച് കൊടുക്കും. ഇതുകൊണ്ടോ ഇപ്പോഴും ഞാൻ നിങ്ങളെ കാണിച്ചുതരാം. അമ്മച്ചിയുടെ മുടിയൊന്നും അങ്ങനെ നിറച്ചിട്ടൊന്നും ഇതുകൊണ്ടോ ഇതേണ്ടേ. ഇപ്പം നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നവർ വിശ്വസിച്ചാൽ മതിയേ. ഇതേണ്ടേ. ഇപ്പൊ ഏതൊക്കെയാലും ഈ ഒരു പ്രായത്തിൽ ഈ 90-ആം വയസ്സിൽ ആരും ഡൈ അടിക്കാനും പിറക്കാനും ഒന്നും പോകുകയില്ലെന്നുള്ള വിവരം അറിയാം. ഇപ്പൊ അമ്മച്ചി കുറഞ്ഞൊരു കാലമായിട്ട് ശരിക്കും എന്ന് പറഞ്ഞ കിടപ്പായിരുന്നു. എന്നിട്ട് പോലും ഈ എണ്ണ വെക്കുന്നതിന്റെ ഗുണം ഒരു താരനോ ഒരു പേനോ ഒന്നും അമ്മച്ചിക്ക് തലയിൽ പിടിച്ചിട്ടില്ല. താരനും പേനും ഒരു സാധനവും തലയിൽ അമ്മച്ചിക്ക് പിടിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ ഈ കൂട്ടെല്ലാം കൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെമ്പരത്തിമൂട്ട് മസ്റ്റാണ്. പിന്നെ നിങ്ങളോടൊരു കാര്യം പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് കിട്ടാനുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഈ പച്ചമരുന്നൊക്കെ എടുക്കുമ്പോൾ എല്ലാ പ്രാവശ്യവും നമ്മൾ ഈ ഒറ്റ മരുന്നേ എടുക്കാവുള്ളൂ. അതായത് ഒറ്റ സംഖ്യ, ഒന്നെങ്കിൽ 5 അല്ലെങ്കിൽ 7 കൂട്ടം മരുന്ന്, അല്ലെങ്കിൽ 9 കൂട്ടം മരുന്ന്. ഇത് ക്രമം അനുസരിച്ച് നിങ്ങൾ എടുത്തിരിക്കണം. അപ്പം ഇപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നേക്കുന്ന എത്ര കൂട്ടം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ ഒരു കൂട്ടം ഒഴിവാക്കിയാണ് പറഞ്ഞത്. അപ്പം ഏത് വൈദ്യന്മാരും ആരും നമുക്ക് ഈ മരുന്ന് പറഞ്ഞു തന്നാൽ ഒരു കൂട്ടം ഒഴിവാക്കി എല്ലാവരും പറഞ്ഞു തരത്തുള്ളൂ. പക്ഷെ ആ കൂട്ടം മറ്റൊന്നും അല്ല കേട്ടോ. എന്താന്ന് ഞാനത് നിങ്ങളോട് പറഞ്ഞു തരാം. അരിച്ചു കഴിയുമ്പോൾ ആ കൂട്ടത്തിൽ അത് പോവുകയും ചെയ്യും. ഇത് അപൂർവങ്ങളിൽ അപൂർവമായിട്ട് മാത്രം ചെയ്യുന്ന ഒരു കൂട്ടാണ്. എന്താന്ന് ചോദിച്ചാൽ നമുക്ക് ഇതിപ്പം എൻ്റെ തലമുടിക്ക് നല്ല വൃത്തിയാണ്. ഞാൻ ആഴ്ച 2-3 പ്രാവശ്യം ഇതുണ്ട് ഷാമ്പൂ ഇട്ട് കഴുകും. എൻ്റെ മുടി നന്നായിട്ട് വളരും. ഞാൻ ഇന്നേതുവരെ എനിക്ക് മുടി നരച്ചിട്ടില്ല, ഡൈയും ചെയ്തിട്ടില്ല. ഞാൻ കട്ട് ചെയ്ത് കളയും. എനിക്ക് ഒത്തിരി നീളമുള്ളത് ഇഷ്ടമില്ലാത്തത് കൊണ്ട്. പക്ഷേങ്കിൽ ഇതിൻ്റെ അകത്തൊരു മെയിൻ കൂട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് അമ്മച്ചിയുടെ എല്ലാ ആൾക്കാർക്കും ഇതുപോലെ മുടിയുള്ളതാണ്. നമ്മൾ ഈ എണ്ണ കാച്ചുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഈ എണ്ണയെല്ലാം മൂത്ത് പിറക്കി വന്നു കഴിയുമ്പോൾ അവസാനം എന്ന് പറഞ്ഞത് പോണക്ക് നമ്മുടെ മുടി ഇങ്ങനെ തലയിൽ ഇങ്ങനെ ചുറ്റി ഇങ്ങനെ വരുന്ന മുടി ഇങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ട് പിടിക്കണം. നമ്മൾ ആരുടെ മുടിയാണോ കൂടുതൽ പൊഴിഞ്ഞു പോകുന്നത് അവരുടെ മുടി ഇങ്ങനെ ചുറ്റി വന്നേച്ചും കഴിഞ്ഞിട്ട് ഇതാണ്ട് ഈ ഒരു മുടിക്കൂട്ടം ഉണ്ടല്ലോ ഇങ്ങനെ അത്യാവശ്യം വരുന്നത്. ഇത് അവസാനം തീയെ ഓഫ് ചെയ്തതിന് ശേഷം ഇതാ എണ്ണയിലോട്ടിടണം. അവസാനം നമ്മൾ അരിച്ചു കഴിയുമ്പോൾ ഇത് അരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പോകും. പിന്നെ ഞാൻ പറഞ്ഞുതരാം, എണ്ണ അടുപ്പേ വെച്ച് ശരിക്കും ചൂടായി, അതായത് തിള ഇങ്ങനെ വരുമ്പം എന്ത് ചെയ്യണം? ആദ്യമേ ഉള്ളി വേണം ഇടാനായിട്ട് കേട്ടോ. ഉള്ളി ഒന്ന് ചുമന്ന് വരും. നമുക്കറിയാലോ കറിക്കൊക്കെ കടുക് താളിക്കുന്ന ഒരു വരുമ്പം ആ ചുമന്ന് വരുമ്പം വേണം യഥാക്രമം നമ്മൾ ആദ്യമേ ഇടേണ്ടത് കരിഞ്ചീരകം ഇടണം. അത് കഴിഞ്ഞ് നമ്മൾ പച്ചയാണ് നീലാമരി കിട്ടുന്നതെങ്കിൽ ആ പച്ച തന്നെ ആദ്യം ഇടണം. ആ കൂട്ടത്തിൽ ചെമ്പരത്തിമൂട്ട് ഇടണം. അങ്ങനെ ക്രമം അനുസരിച്ച് നിങ്ങൾ അങ്ങ് ഇട്ട് പൊക്കോണ്ടാൽ മതി. മറ്റൊന്നും നിങ്ങൾ നോക്കണ്ട. അതെല്ലാം ഒരൊറ്റ പാകം മൂപ്പാണ്. ഈ മൂത്ത് വരുമ്പോൾ നല്ലൊരു മണം വരും. ആ മണം വരുമ്പോഴത്തേന് എന്ത് ചെയ്യണം? തീ ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കണം. ഇത് ഏറ്റവും നല്ലത് വിറകടുപ്പിൽ വെക്കുന്നത് തന്നെയാണ്. ആ വിറകടുപ്പിലാണ് തീ ഒന്ന് പിരിച്ചിട്ടോണം. എന്നുവെച്ചിട്ട് വേണം ഇതെല്ലാം ചെയ്യാനായിട്ട്. ഈ മുരിങ്ങയിലെന്ന് പറയുന്ന സാധനം ഏറ്റവും അവസാനം ഇടാവുള്ളൂ കേട്ടോ. മുരിങ്ങയില ഏറ്റവും അവസാനം. മുരിങ്ങയില എളുപ്പം കരിഞ്ഞു പോകുന്ന സാധനമാണ്, മറ്റുള്ള ഇലയെ കഴിഞ്ഞ് എളുപ്പം. അതുകൊണ്ട് മുരിങ്ങയില ഇട്ട് കഴിഞ്ഞാൽ അന്നേരം തീ ഓഫ് ചെയ്യാം. മുരിങ്ങയില ഈ എണ്ണയിൽ കിടന്ന് തന്നെ ചുമന്നോളും. ആ മുരിങ്ങയിലയുടെ ചുമപ്പ് നിങ്ങൾ നോക്കിയാൽ മതി. എന്നുവെച്ചിട്ട് അരിച്ചൊരു പാത്രത്തിലെടുത്തിട്ട് ചൂടാറാനും കഴിഞ്ഞ് നല്ലൊരു കുപ്പിയിൽ ഇതുപോലെ നിങ്ങൾ വെച്ചോളുക. ഇതുണ്ടോ ഈ എണ്ണയുടെ കളർ നിങ്ങൾ കാണുന്നുണ്ടോ? കരി പോണക്കിരിക്കുമല്ലേ. ഇതാണ് ഈ എണ്ണയുടെ പ്രത്യേകത. ഇത്രയും കറവിൽ കിട്ടുന്നത് നമ്മൾ ചിരട്ട ഇടുന്നത് കൊണ്ടാണ്. ഈ ചിരട്ടയ്ക്ക് ഒരു ഗുണമുണ്ട്. ഈ ചിരട്ടയ്ക്ക് എണ്ണ എടുക്കും. ആ എണ്ണ ഏറ്റവും നല്ലതാണ്. മുറിവിനും ധാരം പോകാനും മുടി കറക്കാനും എല്ലാം നല്ലതാണ്. അതുകൊണ്ടാണ് ഒരു ചുവടുമുറി ചിരട്ട നിങ്ങൾ പൊട്ടിച്ചിടണം എന്ന് ഞാൻ മസ്റ്റായിട്ടും പറയുന്നത്. ആദ്യമേ തന്നെ ഉള്ളി ഇടുന്ന കൂട്ടത്തിൽ തന്നെ ഈ ചിരട്ട തല്ലി പൊട്ടിച്ചിടാൻ മറന്നു പോകരുത് കേട്ടോ എന്ന് പറയാൻ ആദ്യമേ പറയാൻ ഒന്ന് വിട്ടുപോയതാണ്. ഇത്രയും കൂട്ടം കൂട്ടി നിങ്ങൾ കറക്റ്റായിട്ടും ഈ എണ്ണ കാച്ചി നിങ്ങൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല് കേട്ടോ. അപ്പം അമ്മച്ചിയോട് ചോദിച്ചു നോക്കിക്കേ, ഇത് പറഞ്ഞതെല്ലാം കറക്റ്റാണോ എന്ന്. അമ്മച്ചി ഈ പറഞ്ഞതെല്ലാം കറക്റ്റാണോ? ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? അപ്പൊ അമ്മ പറഞ്ഞു കേട്ടോ, ഒന്നും ഞാൻ പറഞ്ഞത് വിട്ടുപോയിട്ടില്ല, എല്ലാം കറക്റ്റാന്ന്. അപ്പൊ അമ്മച്ചീനെയും കൂടെ ഇരുത്തി പറഞ്ഞ് എനിക്ക് എന്തെങ്കിലും തെറ്റുപറ്റി അമ്മ അതല്ലെന്ന് പറയൂലോ എന്ന് ഓർത്താ കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഈ എണ്ണ ആവശ്യപ്പെട്ടവർ എല്ലാവരും ഇങ്ങനെ മാത്രം ചെയ്തോ. ഈ വലിയ വില കൊടുത്തൊന്നും നിങ്ങൾ മേടിക്കാൻ നിൽക്കണ്ട കേട്ടോ. അപ്പം എന്നിട്ട് എല്ലാവരും എണ്ണ കാച്ചി ഉപയോഗിച്ചതിന് ശേഷം ഞങ്ങളെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ല. അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും ഞാനും എൻ്റെ അമ്മച്ചിയും കൂടെ വരുന്നതായിരിക്കും ഇല്ലേ അമ്മച്ചി? അപ്പം എല്ലാവർക്കും ഒരു ടാറ്റ കൊടുത്തേ. ടാറ്റാ.